Hello students, നമ്മൾ previous ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റീപ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ അവസാന വീഡിയോയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നമ്മൾ റീപ്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റീപ്രൊഡക്ഷൻ. അപ്പോൾ റീപ്രൊഡക്ഷനിൽ നമ്മൾ രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഏതൊക്കെയായിരുന്നു? വൺ ഈസ് asexual reproduction and another one is sexual reproduction. Asexual reproduction and sexual reproduction. ഇത് പറയാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, എന്താണ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻസ്, ഏതൊക്കെ ടൈപ്പ് റീപ്രൊഡക്ഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ എന്താണെന്ന് പറഞ്ഞത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെ. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ ഓർഗാനിസംസ് ആണ്? സെക്കൻഡ് വൺ ഈസ് പ്രോട്ടിസ്റ്റ, തേർഡ് വൺ ഈസ് ഫംജൈ, ഫോർത്ത് വൺ ഈസ് പ്ലാന്റ് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഇനി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് asexual reproduction കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു asexual reproduction. What is meant by asexual reproduction? Because reproduction le participation of parents or participation of organisms ne base cheyumbo asexual reproduction le how many organism will participate or how many parents will participate? നോക്കിയേ, എത്ര പാരന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്ര ഓർഗാനിസംസ് വിൽ പാർട്ടിസിപ്പേറ്റ്? ദ ആൻസർ ഈസ് എ സിംഗിൾ ഓർഗാനിസം വിൽ പാർട്ടിസിപ്പേറ്റ്. അപ്പൊ നമുക്ക് asexual റീപ്രൊഡക്ഷനിൽ എത്ര ഓർഗാനിസംസ് ആണ്? സിംഗിൾ ഓർഗാനിസം വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ റീപ്രൊഡക്ഷൻ. ആൻഡ് എങ്ങനെയാണ് അതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? വിത്ത് ഓർ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. Already mentioned that with or without നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം. With or without fertilization, with or without fertilization, or we can call it as fusion. Fertilization എന്ന് പറയുന്ന പേരാണ് fusion. ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Now നമുക്ക് ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? asexual reproduction എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അല്ലെങ്കിൽ asexual reproduction സംഭവിക്കുന്നത് എങ്ങനെയാണ്? A single individual. Let's draw a single individual. So this is a single individual. This is our single individual. Single individual is capable. A single individual is capable of producing offsprings. A single individual is capable of producing offsprings. അപ്പോൾ എങ്ങനെ offsprings നെ വരയ്ക്കാണ് നോക്കുക. ഇതിൽ നിന്നുണ്ടായ offsprings നമ്മൾ വരയ്ക്കാണ്. This is one offspring, this is another offspring, and this is another offspring. So these offsprings are produced. This is our offsprings. So these offsprings are produced from a single individual. This type of reproduction is called as asexual reproduction. ഇനി എന്താണ് നിങ്ങൾ നോക്കുക, ഇതാണ് നമുക്ക് കിട്ടിയ offsprings അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. asexual reproduction വഴി നമുക്ക് കിട്ടിയ offsprings ആണ് ഇത്. So look at it. എന്താണ് ഈ offspringsനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്? നിങ്ങളത് നോക്കിയിട്ടൊന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കുമെങ്കിൽ പറയാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? What is the speciality of offsprings produced from
asexual reproduction. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? ഒന്നുമില്ല, all are identical with each other. All are identical with each other. എന്നാൽ identical to one another അല്ലെങ്കിൽ identical to each other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും ഒരേപോലെ ആയിരിക്കും. എങ്ങനെ? both morphologically similar ആയിരിക്കും. എങ്ങനെയൊക്കെ സിമിലർ ആയിരിക്കും? ഇങ്ങനെ ഉണ്ടാവുന്ന ഓർഗാനിസംസ് ഐഡന്റിക്കൽ ആയിരിക്കും. ഐഡന്റിക്കൽ ഓരോന്നും ഐഡന്റിക്കൽ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും ഇരിക്കുക. എല്ലാവരും ഐഡന്റിക്കൽ എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് ബോത്ത് മോർഫോളജിക്കലി ഇൻ ദ സെൻസ് എന്താണ്? സ്ട്രക്ചറലി, അപ്പിയറൻസ്. സോ മോർഫോളജിക്കലി ദേ ആർ സിമിലർ ആൻഡ് ഓൾസോ genetically they are similar. ഞാൻ പറയുന്നത് genetically also they are similar with each other. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, asexual reproduction വഴി ഓർഗാനിസംസ് ഉണ്ടായി. അത് ഐഡന്റിക്കൽ ആണ്. എങ്ങനെയൊക്കെ ഐഡന്റിക്കൽ ആണ്? മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആണ്. അതായത് സ്ട്രക്ചറലി they are identical and also genetically they are identical. Genetically in the sense അതിന്റെ ജീൻസ് സെയിം ആയിരിക്കും. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു? എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഐഡന്റിക്കൽ? വ്യത്യസ്തമായിട്ടുള്ളത് ഉണ്ടായിക്കൂടെ? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഐഡന്റിക്കൽ ആണെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാല് they are producing from a single parent. ഒരു സിംഗിൾ പാരന്റിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So they are getting their genes from a single parent. അതിന് ജീൻസ് കിട്ടുന്ന ആരിൽ നിന്നാണ്? ഒരു സിംഗിൾ പാരന്റിൽ നിന്നാണ്. ഈ ഒരു സിംഗിൾ പാരന്റിൽ നിന്നാണ് ഈ ഓഫ്സ്പ്രിങ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ജീൻസും കിട്ടിയിരിക്കുന്നത്. സോ ദേ ആർ ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദെയർ പാരന്റ്സ്. ആരുമായിട്ട് ഐഡന്റിക്കൽ ആയിരിക്കും? പാരന്റുമായിട്ട് കംപ്ലീറ്റ്ലി ഐഡന്റിക്കൽ ആയിരിക്കും. ബിക്കോസ് all its genes or all its genetic materials coming from a single individual. That is why they all are identical, both morphologically and genetically. So this morphologically and genetically identical individuals are called as clone. We call it as clone. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് പറയാം? They are clone. Why they are called clone? Because എല്ലാവരും ഒരേ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്ലോൺ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്? ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. They are producing from a single parent with or without fertilization. ക്ലിയർ ആയോ? അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് നമ്മൾ പറയും? ക്ലോൺ എന്ന് പറയും. Because they are identical both morphologically and genetically. So concept is clear about asexual reproduction. Now നമുക്ക് ഇനി നോക്കാം എല്ലാ ഓർഗാനിസം. ഞാൻ കുറെ ഓർഗാനിസംസ് ഇവിടെ എഴുതിയിരുന്നു. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റ്, അനിമേലിയ. There are lots of organisms are there in our earth. Diverse organisms are there in our earth. So നടക്കുന്ന എല്ലാ asexual reproduction ഒരേപോലെ ആയിരിക്കോ? അല്ല. So mode of asexual reproduction is different among different species or different individuals. എല്ലാ ഇൻഡിവിജ്വൽസിലും നടക്കുന്ന asexual reproduction is somewhat different according to their structure, according to their habitat. It is quite different. So നമുക്ക് അതിനെ പറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Modes of asexual reproduction in different organisms. So നമുക്ക് അതിലേക്ക് പോവാം. എങ്ങനെയാണ് നമുക്ക് നടക്കാമെന്ന് നോക്കാം. ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. Now we are going to discuss about എന്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? About asexual reproduction modes. എങ്ങനെയൊക്കെയാണ് asexual reproduction നടക്കുക നമുക്ക് നോക്കാം. So let us discuss about asexual reproduction. Okay. So നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay. So first of all, it is common. Asexual reproduction is common. എങ്ങനെയുള്ള ഓർഗാനിസത്തിലാണ് asexual reproduction കോമൺ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is common among single cellular organisms. എങ്ങനെയുള്ള ഓർഗാനിസംസിലാണ് കോമൺ ആയിട്ടുള്ളത് എന്ന് പറയുന്നത്? It is common among
single, it is common among single cellular organisms. So എന്താണ് single cellular organisms എന്ന് പറഞ്ഞാൽ? They only have one cell. അതിന് എത്ര സെല്ല് മാത്രമേ ഉള്ളൂ? ഒറ്റ സെല്ല് മാത്രമേ അതിനുള്ളൂ. അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കോമൺ, asexual reproduction is common among single cellular organisms or plants and animals which have simple organ systems അല്ലെങ്കിൽ സിമ്പിൾ ഓർഗനൈസേഷൻ. എങ്ങനെയുള്ള ഓർഗാനിസത്തിൽ നടക്കാം? It can occur both plants and animals. പ്ലാന്റ്സിലും ആനിമൽസിലും നടക്കാം. എങ്ങനെയുള്ള പ്ലാന്റ്സിലും ആനിമൽസിലാണ് നടക്കുന്നത്? Which have simple organization, simple cellular organizations present ആയിട്ടുള്ള plants. For example, plants in example നമുക്ക് പറയാം. Example പറയുകയാണെങ്കിൽ algae is a type of plant which have simple organization. So ഇതിലാണ് മെയിൻ ആയിട്ട്, ഇങ്ങനെയുള്ള ഓർഗാനിസത്തിലാണ് മെയിൻ ആയിട്ട് asexual reproduction നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട് രണ്ട് ഓർഗാനിസംസ്, ബേസിക്കലി വരുന്ന രണ്ട് ഓർഗാനിസംസ്, മൊനീറ ആൻഡ് പ്രോട്ടിസ്റ്റ. സോ മൊനീറ ആൻഡ് പ്രോട്ടിസ്റ്റ, മൊനീറയിലും പ്രോട്ടിസ്റ്റയിലൊക്കെ എന്താണ് സംഭവിക്കുക? മൊനീറ ആൻഡ് പ്രോട്ടിസ്റ്റ. ഈ മൊനീറയിലും പ്രോട്ടിസ്റ്റയിലും നടക്കുന്ന asexual reproduction എന്ന് പറയുന്നത് നമ്മുടെ നോർമലി നടക്കുന്ന സെൽ ഡിവിഷൻ ആണ് ഇവിടുത്തെ asexual reproduction. So in the case of Monera and Protista, asexual reproduction is cell division. എന്താണ് നടക്കുന്നത്? സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നടക്കുക? The parent, this is our parent. So this is our parent. This parent will divide and give rise to two individuals. നോക്കാം എങ്ങനെയാണ്? That will give rise to two individuals. So the mode of cell division, the mode of asexual reproduction in the case of Monera and Protista is cell division, simple cell division, and that will give rise to the offsprings or new individuals. Hope you understand. കിട്ടി. ഇനി അടുത്ത നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ സെൽഡ് ഓർഗാനിസം. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു കഴിഞ്ഞു. സം സിംഗിൾ സെൽഡ് ഓർഗാനിസംസിന്റെ കേസ് എടുക്കുകയാണ്. കുറച്ച് സിംഗിൾ സെൽഡ് ഓർഗാനിസംസിന്റെ കേസ് എടുക്കുകയാണ്. അതിൽ നടക്കുന്ന asexual reproduction എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയയിലൊക്കെ നടക്കുന്ന asexual reproduction എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് അവിടെ നടക്കുന്ന asexual reproduction എന്ന് പറയുന്നത്. സോ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ഈ ബൈനറി ഫിഷൻ നടക്കുന്നിടത്തും എന്തായിരിക്കും സംഭവിക്കുക? സെൽ ഡിവൈഡ് ഇൻടു ടു ഹാഫ്സ്. Cell will divide into two halves, and each of that cell rapidly grow into new organism. എന്താ സംഭവിക്കുന്നത്? ജസ്റ്റ് ലൈക്ക് ഇവിടെ നമ്മൾ സെൽ ഡിവിഷൻ പറഞ്ഞില്ലേ, ഒരു സെൽ ഡിവൈഡ് ചെയ്ത് രണ്ട് ഓർഗാനിസംസ് ഉണ്ടാവാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അതേപോലെ തന്നെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. An organism will divide into two equal halves. എന്ത് സംഭവിക്കുകയാണ്? ഒരു സിംഗിൾ ഓർഗാനിസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. And this will grow and this also grow into mature organism. Okay, this type of asexual reproduction is called as the binary fission. So നമ്മൾ രണ്ട് asexual reproduction പറ്റി പറഞ്ഞു. One is cell division and another is binary fission. Binary fission നമ്മൾ
എന്താ പറയാ പ്ലാന്റ്സിലെ ആൽഗെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ബൈനറി ഫിഷനിലെ എക്സാമ്പിൾ പറയാൻ പറ്റും ബാക്ടീരിയ. ഇൻ ദ കേസ് ഓഫ് ബാക്ടീരിയ വേണമെങ്കിൽ എക്സാമ്പിൾ നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അമീബ അല്ലെങ്കിൽ പാരമീസിയം എന്ന് പറയുന്ന ഓർഗാനിസംസ്, ഇതിലൊക്കെ നടക്കുന്നത് ഏതാണ്? ബൈനറി ഫിഷനാണ് പ്രധാനമായിട്ട് ഇതിലൊക്കെ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. Okay, now we are going to discuss about another organism which is simple, that is yeast. Yeast എന്ന് പറയുന്ന ഓർഗാനിസത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈസ്റ്റിലെ ഡിവിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അൺഈക്വൽ ഡിവിഷൻ ആണ് ഈസ്റ്റിൽ നടക്കുന്നത്. ഈസ്റ്റിൽ നടക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് അൺഈക്വൽ ഡിവിഷൻ ആണ് ഈസ്റ്റിൽ നടക്കുന്നത്. ഇനി ഇതിൽ നടക്കുന്ന asexual reproductive structure എന്ന് പറയുന്നത് ബഡ്ഡുകളാണ്. We will call it as buds. Okay, ഈ ബഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ this bud are produced from, ഇപ്പൊ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സാക്ട് സ്ട്രക്ചർ ഒന്നല്ല, നമ്മളൊരു ഈസ്റ്റിന്റെ സ്ട്രക്ചർ പറയുന്നത് ഇതൊരു ഈസ്റ്റിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ ദിസ് ഈസ് ഈസ്റ്റ്. ഇത് ഈസ്റ്റ് ആണെന്ന് സങ്കല്പിക്കുക, ഇതൊരു ഈസ്റ്റ് ആണെന്ന് സങ്കല്പിക്കുക. ഈ ഈസ്റ്റിന്റെ ശരീരത്തില് പ്രൊഡ്യൂസ് എ ബഡ്, ഒരു ബഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് ആസ് ബഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ബഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ബഡ് വിൽ അറ്റാച്ച്ഡ്, ദിസ് ബഡ് വിൽ അറ്റാച്ച്ഡ് ഇനീഷ്യലി ടു ദി പാരന്റ്, അതായത് ഈസ്റ്റ്. ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്കത്തില് ഈ പറയുന്ന ബഡ് എവിടെയായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക? ദ പാരന്റ് ഈസ്റ്റിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, ഇനി എന്തായിരിക്കും സംഭവിക്കുക? Eventually in the sense ഒരു particular time എത്തി കഴിയുമ്പോൾ this bud will detach or separate. This bud will detached or it will separated. This bud will separated from this parent yeast. Parent yeast ൽ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്യുന്നു and this will develop into a new yeast. പുതിയ ഈസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടും. This type of asexual reproduction we call it as budding എന്നാണ് ഈ പറയുന്ന asexual reproduction നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സോ നമ്മൾ 3 ടൈപ്പ് asexual reproduction ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. In the case of Monera and in the case of Protista, normal cell division is the mode of asexual reproduction. Next, in the case of single cellular organisms, mode of asexual reproduction is binary fission. And in the case of yeast, the mode of asexual reproduction is budding. By the developing a bud and it is detached from parent and it will give rise to new yeast. That is budding. Okay, next നമ്മൾ പറയുന്നത് some fungi and algae. ചില ഫംജൈയുടെ കേസിലാണ്. ഫംജൈ നമ്മൾ ഫൈറ്റിംഗ് ക്ലാസിഫിക്കേഷൻ എപ്പോഴും നമ്മൾ മനസ്സിൽ വേണം കേട്ടോ. ഫംജൈ ഫംജൈ. ഓക്കെ, അതുപോലെ ആൻഡ് ആൽഗെ എന്ന് പറയുന്നത് ബേസിക്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. when we consider plant അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കാം? ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആൽഗെ, സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് bryophytes, third group is called pteridophyte, next one is called gymnosperms, last one is called angiosperms. ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർം, ആൻജിയോസ്പെർം. ഏറ്റവും ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആൻജിയോസ്പെർംസ് ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഈസ് കോൾഡ് ആൻജിയോസ്പെർംസ്. ആൽഗെ ഈസ് ദ പ്രിമിറ്റീവ്. നമ്മളെ ഭൂമിയുടെ എവല്യൂഷൻ ഒക്കെ നടന്നു. ആദ്യം ഉണ്ടായത് ആനിമൽസ് ആണ്, അതിനുശേഷം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കണക്കാക്കുന്നത്. ആദ്യം ഉണ്ടായ പ്ലാന്റ്സ് വെള്ളത്തിലാണ്, വാട്ടർലാൻഡ്. അന്ന് ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്സിനെ നമ്മൾ ആൽഗേസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പോഴത് എക്സിസ്റ്റിംഗ് ആണ്. നമ്മുടെ വെള്ളത്തിലൊക്കെ ഈ പറയുന്ന സിംഗിൾ സെൽ ആയിട്ടുള്ള ആൽഗേസ് ഒക്കെ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്സിന്റെ ഒരു ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ബാക്ക് ടു റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻ കേസ് ഓഫ് ഫംജൈ ആൻഡ് ആൽഗെ, ഫംജയുടെയും ആൽഗയുടെയും കേസിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, asexual reproduction നടക്കുന്നത് in the form of, എന്തിന്റെ ഫോമിലാണ് നടക്കുന്നത്? സ്പെഷ്യൽ reproductive structures.
സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫോമിലാണ് നടക്കുന്നത്. ആ സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നതിന് നമ്മൾ സ്പോർ എന്ന് പറയും. സ്പോർസ് അല്ലെങ്കിൽ സ്പോർ എന്ന് പറയും. സോ ഫംഗൈ ആൻഡ് ആൽഗെ asexual reproductive structures are called as mainly spores. അതുപോലെ ഒന്ന് രണ്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമണസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സ്പോറിനെ പറയുന്ന പേരാണ് സൂസ്പോർ എന്ന് പറയും. ഇപ്പൊ ആൽഗയുടെ കേസിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പോറിനെ നമ്മൾ പറയുന്ന പേരാണ് സൂസ്പോർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് സൂസ്പോർ? എന്താണ് സൂസ്പോർ എന്ന് പറയുന്നത്? സൂസ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ asexual reproductive structure. It is an asexual reproductive structure. ഇനി ഈ സൂസ്പോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is actually motile. Zoospore are motile. Motile means what? Motile is movable. It can move. Such a type of spores are called as zoospore. അങ്ങനെയുള്ള സ്പോർസിന് നമ്മൾ പറയുന്ന പേരാണ് സൂസ്പോർ എന്ന് പറയുന്നത്. Actually, it is motile and it is microscopic. It is microscopic. So it is motile and it is microscopic. അങ്ങനെയുള്ള സ്പോർസിനെ പറയുന്ന പേരാണ് നമ്മൾ സൂസ്പോർ. അതുപോലെ ഡിഫറെന്റ് സ്പോർസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത്ര വലുതായിട്ട് പഠിക്കാനില്ല. അപ്ലാനോസ്പോർ എന്ന് പറയുന്ന ഒരു സ്പോർ. അങ്ങനെ ഒത്തിരി സ്പോറുകളുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഫംഗൈ ആൽഗയുടെ കേസിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ സ്പോർസ് ആണ്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് സൂസ്പോർ. സൂസ്പോർ മീൻസ് motile, മൂവബിൾ, ആൻഡ് ഇറ്റ് ഈസ് മൈക്രോസ്കോപ്പിക്. നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രം ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? അതുപോലെ വരുന്ന another reproductive structure is called conidia. നമ്മൾ another reproductive structure എന്ന് പറയുന്ന പേരാണ് conidia. Conidia എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് conidia? conidia എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നിങ്ങൾ ഇതൊന്ന് റബ്ബ് ചെയ്യണം. conidia എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ നിങ്ങൾ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഫംഗൈയുടെ പേരാണ് നമ്മുടെ പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ഫംഗൈയുടെ പെൻസിലിൻ. അതിൽ കാണപ്പെടുന്ന പർട്ടിക്കുലർ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് നമ്മൾ കൊണീഡിയ എന്ന് പറയുന്നത്. കൊണീഡിയ. ദിസ് പ്രസന്റ് ഇൻ എന്താണ് ഫംഗൈ. ഫംഗൈയിൽ കാണപ്പെടുന്ന ഒരു പർട്ടിക്കുലർ പെൻസിലിൻ, എസ്പെഷ്യലി പെൻസിലിയം നൊട്ടേറ്റം എന്നൊക്കെയാണ് ഫംഗസിന്റെ പേര്. പെൻസിലിയം നൊട്ടേറ്റം. അപ്പൊ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആണ്. പെൻസിലിയം എന്ന് പറയുന്ന ഫംഗൈ. ആ പെൻസിലിയം എന്ന് പറയുന്ന ഫംഗൈയില് കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേരാണ് കൊണീഡിയ. ദിസ് കൊണീഡിയ വിൽ ഡിറ്റാച്ച് ഫ്രം ദ ഫംഗൈ. ഫംഗൈയിൽ നിന്ന് ഈ കൊണീഡിയ എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്തു പോകും. ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇൻടു ന്യൂ ഓർഗാനിസം ആയിട്ട് മാറും. സോ ദിസ് ഈസ് കോൾഡ് ആസ് ദി കൊണീഡിയ. പെൻസിലിയത്തിൽ കാണപ്പെടുന്ന പെർട്ടിക്കുലർ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ എന്ന് പറയാം. കൊണീഡിയക്ക് എക്സാമ്പിൾ നമുക്ക് പെൻസിലിയം. ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാ? പെൻസിലിൻ അല്ലെ? ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ. ആ പെൻസിലിൻ കണ്ടുപിടിച്ചേക്കുന്നത് ഈ ഫംഗസിൽ നിന്നാണ്. പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്, ബേസ് ആണ്. അപ്പോ പെൻസിലിയം നൊട്ടേറ്റം. ആ പെൻസിലിയത്തിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സ്പോർസ് നമ്മൾ പറയുന്ന പേരാണ് കൊണീഡിയ. ആ കൊണീഡിയ will detach from the parent body and produce into new fungi. അപ്പോൾ ഇതാണ് ഇതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പോൾ asexual reproductive structure എന്ന് പറയുന്നത് കൊണീഡിയ. ഇനി another structure just like that, another നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനം ഞാൻ വീണ്ടും എഴുതുന്നില്ല. ബഡ് ആണ് ബഡ്. സോ another structure which is called bud. നമ്മുടെ ഈസ്റ്റിന്റെ കേസിലുള്ള ബഡ് ആണ് പറഞ്ഞത്. just like that ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഹൈഡ്ര എന്ന് പറയുന്ന ഓർഗാനിസം. I will just draw about ഹൈഡ്ര നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ടെന്റക്കിൾസ് ഉണ്ടാവും ഹൈഡ്രയ്ക്ക്. അതുപോലെ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഹൈഡ്രയ്ക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഹൈഡ്രയുടെ സ്ട്രക്ചർ. ഈ ഹൈഡ്രയുടെ ബോഡിയിൽ, ശരീരത്തിൽ ഇതുപോലെ ഒരു ചെറിയൊരു ബഡ് ഫോം ചെയ്യും. ദിസ് ഈസ് കോൾഡ് ആസ് ബഡ്. ആൻഡ് ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യും? ദിസ് ബഡ് വിൽ ഡിറ്റാച്ച് ആൻഡ് ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻടു ന്യൂ ഹൈഡ്ര. അത് നമ്മൾ പറയുന്ന പേരാണ് ബഡ്ഡിംഗ് എന്നാണ് പറയാ. Understand? So this process is called as bud, another structure. അതുപോലെ ഫോം ചെയ്യുന്ന വേറൊരു asexual reproductive structure എന്ന് പറയുന്ന പേരാണ് നമ്മൾ gemmules. എന്നാണ് another reproductive structure എന്ന് പറയാ. ഈ gemmules ഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സ്പോഞ്ചിലാണ്. എവിടെയാണ്? സ്പോഞ്ച് എന്ന് പറയുന്ന ഒരു ഓർഗാനിസംസ് ഉണ്ട്. പോരിഫറ ഗ്രൂപ്പിലൊക്കെ വരുന്ന പോരിഫറ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പോരിഫറ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ് ഈ സ്പോഞ്ച് എന്ന് പറയുന്നത്.
ആ സ്പോഞ്ചിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പറയുന്ന പേരാണ് നമ്മള് എന്താണ് പറയാ ജെമ്യൂൾസ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ആനിമൽസിന്റെ കേസിൽ നമുക്ക് സിംപിളി പറയാനുള്ളത്. സോ വാട്ട് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? എന്താണ്? എ സിംഗിൾ പാരന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അല്ലെ? ആൻഡ് പ്രൊഡ്യൂസിംഗ് ഓൾ ഇൻഡിവിജ്വൽസ് ആർ ഐഡന്റിക്കൽ. ആൻഡ് ദിസ് ഐഡന്റിക്കൽ ഓർഗാനിസംസ് നമ്മൾ എന്താ പറയാ? ഐഡന്റിക്കൽ ഓർഗാനിസംസ് എന്താ പറയാ? ക്ലോൺ. We will call it as clone. They are identical both morphologically and genetically. They are similar. Okay. ഇനി what are the mode? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ബോഡി കിടക്കുന്നുണ്ട്. ഒന്നും വായിച്ചാൽ എല്ലാ ബോഡിയിലുണ്ട്. ഏതൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ വരുന്നത്? സിംഗിൾ സെല്ലുലാർ ഓർഗാനിസംസിലാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്, അല്ലെ? അതുകൂടാതെ പ്ലാന്റ്സിലും ആനിമൽസിലും നടക്കുന്നത് എങ്ങനെയുള്ള പ്ലാന്റ്സില്? സിമ്പിൾ ഓർഗനൈസേഷൻ. എക്സാമ്പിൾ ആൽഗെ. ഓക്കെ. ഇനി മോണിയറിലും പ്രോട്ടിസ്റ്റയിലും നടക്കുന്ന സെൽ ഡിവിഷൻ. സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിൽ നടക്കുന്നത് ബൈനറി ഫിഷൻ. ഈസ്റ്റിൽ നടക്കുന്നത് ബഡിംഗ്, അല്ലെ? ഫംഗി ആൽഗയിൽ നടക്കുന്ന സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ലൈക്ക് സ്പോർസ്. For example, zoospore, motile microscopic spore, conidia in the case of penicillium, budding in the case of hydra, and gemmules in the case of sponge. Understand? Clear ആയി? വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിലും കൂടെ എഴുതിക്കാം, വേണമെങ്കിൽ ഓരോന്നും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ. ഒന്നെന്താണ്? സെൽ ഡിവിഷൻ. രണ്ടെന്താണ്? എന്താണ് പറഞ്ഞത് നമ്മള്? ബൈനറി ഫിഷൻ. തേർഡ് വൺ എന്താണ് പറഞ്ഞത്? ബൈനറി ഫിഷൻ. തേർഡ് വൺ എന്താണ് പറഞ്ഞത്? തേർഡ് വൺ പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു? നമ്മൾ ബഡിങ്. എന്താണ് പറഞ്ഞത്? ബഡിങ്. ഫോർത്ത് വൺ പറഞ്ഞത് എന്തായിരുന്നു? നമ്മള് ബൈനറി സ്പെഷ്യൽ സ്ട്രക്ചർ വിച്ച് ഈസ് കോൾഡ് സൂസ്പോർ, കൊണീഡിയ, അതുപോലെ തന്നെ ജെമ്യൂൾസ്. ഇതാണ് ആനിമൽസിന്റെ കേസിൽ നടക്കുന്ന asexual reproduction. This is happening in the case of animals. എല്ലാം നിങ്ങളുടെ ബോഡിയിലുണ്ട്. ഞാൻ നിങ്ങളുടെ പ്രീവിയസ് 5 ക്ലാസിഫിക്കേഷൻ ഓർഗാനിസം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, ആനിമേലിയ ദേ കിടക്കുന്ന പ്ലാന്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തേക്കാം. എന്താണ്? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേംസ്. ഇതാണ് ആനിമൽസിന്റെ കേസിൽ നടക്കുന്ന asexual reproduction എന്ന് പറയുന്നത്. ഇനി നമ്മളെ പ്ലാന്റ്സിന്റെ കേസിൽ, ആനിമൽസിന്റെ പ്ലാന്റ്സിന്റെ കേസിൽ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഹയർ പ്ലാന്റ്സിൽ നമ്മള് asexual reproduction വേറൊരു പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. വേറൊരു ചേഞ്ച്, പേരിനൊരു ചേഞ്ച് ഉണ്ട്. ആ പെർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മള് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് കൂടെ പറയും. We will call it as vegetative reproduction. So ഇതിനെ റബ്ബ് ചെയ്യാണ്, ഫുൾ ആയിട്ട് മായ്ക്കാണ്. ഇത് ഓക്കെയാണ്, ബോഡിയിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിനെ ഹയർ പ്ലാന്റ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, when we consider the higher plants in the case നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ asexual reproduction നമ്മൾ പറയുന്ന വേറൊരു പേരാണ് asexual reproduction. റീപ്രൊഡക്ഷന് നമ്മൾ വേറൊരു പേര് പറയും. എന്ത് പറയും നമ്മൾ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറുകളെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറുകളെ നമ്മൾ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നാണ് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. സോ ദീസ് ആർ ദ സ്ട്രക്ചേഴ്സ് ഹെൽപ്പിംഗ് ഫോർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറുകൾ നമ്മൾ പറയുന്ന പേരാണ് vegetative propagules. There are many examples of vegetative propagules. First examples നമുക്ക് പറയാം. ഒന്ന് നമ്മൾ പറയുന്ന പേരാണ് runners. റണ്ണേഴ്സ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പറയുന്ന പേരാണ് റണ്ണേഴ്സ്. അതുപോലെ തന്നെ റൈസോം എന്ന് പറയുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഉണ്ട്. റൈസോം. ഇൻ ദ കേസ് ഓഫ് ജിഞ്ചർ, ജിഞ്ചറിന്റെ കേസിലാണ് നമുക്ക് കാണാൻ പറ്റുന്ന പർട്ടിക്കുലർ സ്ട്രക്ചറിനെ നമ്മൾ എന്താ പറയാ? റൈസോം. അതുപോലെ വരുന്ന വേറെ ഒരെണ്ണമാണ് സക്കർ. സക്കേഴ്സ് എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഉണ്ട്. അതുപോലെ വരുന്ന വേറെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന്റെ പേരാണ് നമ്മൾ പറയുന്നത് ട്യൂബർ. We will call it as tuber. പൊട്ടാറ്റോ എന്ന് പറയുന്ന സ്ട്രക്ചർ ട്യൂബർ എന്ന് പറയും. അതുപോലെ ഓഫ്സെറ്റ് എന്ന് പറയും. ഇതിന്റെ പേരുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓഫ്സെറ്റ് എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഉണ്ട്. ഓഫ്സെറ്റ്. അതുപോലെ വരുന്ന വേറെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ് ബൾബ്. So these all are vegetative propagules. So in the case of plants, കുറച്ച് higher plants ന്റെ കേസിൽ asexual reproduction is called as vegetative reproduction. പേരുകൾ വ്യത്യാസമൊന്നുമില്ല, രണ്ട് സെയിം ആണ്.
ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറുകളെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നാണ് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ് ഈ കിടക്കുന്നത്. ഏതൊക്കെ? റണ്ണേഴ്സ്, റൈസോം. കുറച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റൈസോം എന്ന് പറയുന്നത് നമ്മളെ ജിഞ്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ നമ്മൾ റൈസോം എന്ന് പറയാം. അതുപോലെ സക്ടേഴ്സ്, അതുപോലെ തന്നെ ട്യൂബർ, ഓഫ്സെറ്റ്, ബൾബ്, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു നോട്ട് ഇൻവോൾവ് ടു പാരന്റ്സ്. ഇതിലും എന്തില്ല? പാരന്റ്സ്, രണ്ട് പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. എത്ര പാരന്റ്സിന്റെ മാത്രമേ ഇൻവോൾവ്മെന്റ് ഉള്ളൂ? ഒറ്റ പാരന്റിന്റെ മാത്രമേ ഇൻവോൾവ്മെന്റ് ഉള്ളൂ. മനസ്സിലായോ? അപ്പോ സോ ഇറ്റ് ഈസ് ഓൾസോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ത് പറയുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻ ദ കേസ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ there is also involvement of only one parent. അതുകൊണ്ടാണ് നമ്മൾ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ മാറി നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആവും. എന്നാലും നമുക്ക് അത്ര ഫാസ്റ്റിലൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഞാൻ പഠിപ്പിച്ച കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.